നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ കേരളപ്പിറവി നവംബർ 1 രാവിലെ എടുക്കുന്ന വീഡിയോ ആണ്. നമ്മളെ കോട്ടത്തറ ഫാം ആൻഡ് നഴ്സറി ഇന്നലെ കിടക്കുന്ന പുള്ളിക്കോഴികൾ, പുള്ളിക്കാപ്പിരിക്കോഴികൾ, പ്യുവർ വൈറ്റ് അടയിരിക്കുന്ന നാടൻ കോഴികൾ, ഇവിടെയൊക്കെ തന്നെ പാരന്റ് സ്റ്റോക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ തനി നാടൻ ഒറിജിനൽ പ്യുവർ വൈറ്റാണ്. അതിൻ്റെ വാല് കണ്ടാൽ തന്നെ നമുക്കറിയാം. അപ്പോൾ ഇവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ സെയിലിനുണ്ടായിരുന്നു, അതൊക്കെ സെയിൽ കഴിഞ്ഞ്. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ചിട്ട് നിങ്ങളിത് സെയിലിനിടുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് ചീത്തൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളടുത്ത് കൊടുക്കാൻ അതിന് മാത്രമുള്ള സാധനം ഇല്ല. ഉണ്ടായിരുന്നതൊക്കെ വിറ്റ് തീർന്നിട്ടുണ്ട്. പിന്നെ മുട്ടയ്ക്ക് ഒരുപാട് ആളുകൾ ഓർഡർ തന്നിട്ടുണ്ട്. പക്ഷേ ഓർഡർ പ്രകാരം കുറേ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ആരൊക്കെയോ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ കോണ്ടാക്റ്റിൻ്റെ ഇത് വാട്സപ്പിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇതിലുണ്ടെങ്കിൽ മുട്ടയ്ക്ക് വേണ്ടി കോണ്ടാക്ട് ചെയ്യാം. മുട്ട ഓൾറെഡി ഒരു 35 എണ്ണത്തോളം ഉണ്ട്. ഇന്നിപ്പോൾ ഇട്ടിട്ടുള്ളതാണ്. ഇതിൽ ഒരു മുട്ടയുള്ളൂ. ഇതിൽ 6 കോഴികളാണ് ഉണ്ടായിരുന്നു. ഫീമെയിൽ 2 എണ്ണം മാറ്റിയിട്ടിരിക്കുകയാണ്. പൊരുന്നൽ കാരണം എന്തോ ഒരു ക്ഷീണം പോലെയുണ്ട്. പിന്നെ മുട്ട അതിൽ നിന്ന് എടുക്കുന്നുണ്ട്. എടുത്താൽ മുട്ട പൊട്ടിക്കാതെ എടുത്തോട്ടാ. അതിൽ വെച്ചോ. ഇതിന്നിപ്പോൾ ഒരു മുട്ട കിട്ടിയിട്ടുണ്ട്. അതേപോലെ അടുത്ത സെക്ഷനാണിത്. മറന്നു അതിലിപ്പോൾ ഓൾറെഡി 6 മുട്ട ഉണ്ട്. ഇന്നലെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പൊട്ടിക്കാതെ എടുത്ത് വെച്ചോട്ടാ. ഇരിക്കാനുള്ള മുട്ടയാണ്. മെല്ലെ മതി കേട്ടോ. അപ്പോൾ 7 മുട്ട ഓൾറെഡി ഇപ്പോൾ ഇന്ന് കിട്ടിയിട്ടുണ്ട് 1-ാം തീയതി. ഇതാണെന്നുണ്ടെങ്കിൽ ഓറഞ്ചിൽ വൈറ്റ് പുള്ളി അങ്ങനത്തെയൊക്കെയാണ് ഇതുള്ളത്. നല്ല കറക്റ്റ് പുള്ളി പാരന്റ് സ്റ്റോക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാരന്റ് സ്റ്റോക്ക് വരുന്നത്. ജസ്റ്റ് ഒന്ന് തിന്നാട്ട് കൊടുത്തുള്ളതാണ്. നല്ല ഓറഞ്ചിൽ വൈറ്റ് പുള്ളി, റെഡിൽ വൈറ്റ് പുള്ളി. ഇത് നെക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്കാണ്. പാരന്റ് സ്റ്റോക്ക് നല്ലൊരു മെയിലാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ളത് നെക്ക് ഒരു ചാരപ്പടയാണ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ മുട്ട ഉണ്ടാവാറുണ്ട്. നമ്മളിപ്പോൾ കോഴിക്കും അതുപോലെ ഇൻക്യുബേറ്ററിലും മുട്ട വിരിയിക്കാറുണ്ട്. അപ്പോൾ മുട്ട ഇവിടെ സെയിൽ പോണത് കൊണ്ട് തന്നെ നമുക്ക് വിരിയിക്കാൻ പാകത്തിലുള്ള മുട്ട കിട്ടാറില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഓർഡർ ഇനി വിരിഞ്ഞാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഇതിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയാണ്. നിൽക്ക്. അപ്പോൾ ഇതിലുണ്ട് മുട്ട. നോക്കിയെടുത്തോട്ടാ, അടുത്തേക്ക് വെച്ചോട്ടാ. അപ്പോൾ ഇതിൽ മുട്ട 6 തന്നെ ഉണ്ട്. അവനാണ് മുട്ട മതി അവിടെ നിന്നിട്ട്. അപ്പോൾ ഒരു 13 മുട്ടയായി. അവനാണ് മുട്ട എടുക്കണം കേട്ടോ. അപ്പോൾ എന്താ നിൽക്ക്. അപ്പോൾ അതാ ഇനി ഇവിടെ ഉണ്ട്. ഇതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയാണ്. അപ്പോൾ മുട്ട ഉടച്ച് വെച്ചോ. അപ്പോൾ അവർക്ക് കുറച്ച് തീറ്റ കൊടുക്കാൻ സമയമാവുന്നതേ ഉള്ളൂ. കറക്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളികളാണ് പാരന്റ് സ്റ്റോക്കിൽ വരുന്നത്. പുള്ളി കണ്ടാൽ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും. അത്രയും ക്ലിയർ പുള്ളിയാണ്. അതാ തുറന്ന് അങ്ങോട്ട് അടുത്തൊരു കൂട്ടുന്ന ഇങ്ങോട്ട് കയറി വന്നിരിക്കുകയാണ് ഒരു കാപ്പിരിപ്പുള്ളി. കാപ്പിരി വൈറ്റ് ഇത് പിടിച്ച മൂപ്പർ കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തല്ല തുറക്ക്. അപ്പോൾ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളികളുടെ ഇതാണ്. നല്ലൊരു മെയിലാണ്. അപ്പോൾ നമ്മളിതൊക്കെ ഒരുപാട് എഫോർട്ടിലൂടെയാണ് ഇത്തരത്തിലുള്ള പാരന്റ് സ്റ്റോക്കുകളെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ വിളിക്കും പാരന്റ് സ്റ്റോക്കിനെ തരാം. പാരന്റ് സ്റ്റോക്കിനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ സെറ്റ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ അതുപോലെ നമ്മൾ വളർത്തി വലുതാക്കാറാണ്.
അപ്പോൾ എല്ലാം ഒരുപോലെ കിട്ടണമെന്നില്ല, അതിൻ്റെയും പ്രശ്നങ്ങളുണ്ട്. ഈ സെക്ഷനിലാണെങ്കിൽ വൈറ്റിലാണ്. നിൽക്കാൻ എടുക്കല്ല. അതിലിപ്പോൾ ഒരു 5 മുട്ട ഉണ്ട്. അപ്പോൾ 18ഓളം മുട്ട ഇപ്പോൾ ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇന്ന് ഇനി ഇടാനുമുണ്ട്. അപ്പോൾ അതൊക്കെ കുടിക്കണം. അതിങ്ങ് എടുത്തോ. ഒരു കുറച്ച് തീറ്റ കൊടുക്കട്ടെ കേട്ടോ. നമുക്ക് എടുക്കലോട്ടോ എടുക്കലോട്ടോ. ഒരു മിനിറ്റ് അത് മതി. തീറ്റ എടുക്കാനോ? അപ്പോൾ ഞാൻ ഇത് പറക്കി വെച്ചോട്ടോ. 18 മുട്ട ഉണ്ട്. ഇതിലിപ്പോൾ കാപ്പിരി കോഴികളാണ്. നല്ല ബ്ലാക്കിൽ മിക്സഡായിട്ടുള്ള കാപ്പിരി, 3 വൈറ്റ് കാപ്പിരി, 2 വൈറ്റിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, റെഡ് മെയിൽ കേട്ടോ. ഇങ്ങനെയാണ് ഈ സെക്ഷൻ കിടക്കുന്നത്. അപ്പം നമുക്കൊരു പാത്രം മുട്ട കിട്ടിയിട്ടുണ്ട്, 18 എണ്ണം. പിന്നെ മുട്ട ഉള്ളിൽ പുറക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫാമിലിക്കൊക്കെ നമ്മളെപ്പോഴും കയറുമ്പോൾ മാസ്ക് ഇട്ടിട്ട് കയറുന്നത് നല്ലത്. കാരണം മാസ്ക് കിട്ടും, പൊടികളൊക്കെ അടിച്ചിട്ട് ബുദ്ധിമുട്ട് വരണ്ട വെച്ചിട്ടാണ്. അപ്പോൾ കോഴികൾ വളർത്തുന്നത് നമുക്ക് നല്ലൊരു ഹോബിയാണ്, അതുപോലെ നല്ല പ്രോഫിറ്റബിളാണ്. മുട്ട നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് കൊത്തുമുട്ടയായിട്ടുള്ളത് 40 രൂപയാണ് സെയിൽ ചെയ്യുക. ഡേ ഓൾഡ് കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ 80 രൂപ അങ്ങനെയാണ് ചെയ്യാറ്. നമ്മളെ 4 സെക്ഷനിലുള്ള ഏകദേശം മനസ്സിലാവുണ്ട്. ഇത്തരത്തിലുള്ള കോഴികളെ നമ്മളെ കയ്യിലുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങളില്ല, മുട്ട നോക്കിട്ടാ കുത്തിക്കാതെ കൊണ്ടുപോകണം. അപ്പോൾ ഈ 2 കോഴീനെ നമ്മൾ മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ഇതിൽ. അപ്പോൾ അവർ എന്തോ ഒരു ക്ഷീണം പോലെ ഉണ്ട്. പൊരുന്നലുണ്ടായിരുന്നു, ഒരു നേക്കടിനക്ക് കാപ്പിരിപ്പുള്ളിയും അതുപോലെ ഒരു സ്കൂൾ കാപ്പിരിപ്പുള്ളി. അപ്പോൾ അവരുടെ നെറ്റ് കൂട്ടിലിട്ടിട്ട് നമ്മൾ കെയർ ചെയ്യുകയാണ്. കോഴി വളർത്തുന്ന എല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള കെയറിങ് വേണം നമുക്ക്. ഒരു ICU യൂണിറ്റ് പോലെയൊക്കെ ആക്കിയിട്ട് എന്തെങ്കിലും ക്ഷീണം തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കൂട്ടത്തു നിന്ന് മാറ്റുക, അവരെ പ്രത്യേകം പരിചരിക്കുക. മെഡിസിനുകളും ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തിട്ട്, മെഡിസിനുകൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിളിച്ചാൽ നമ്മൾ പറഞ്ഞുതരും. ഇവരൊക്കെ തന്നെ വാക്സിനേറ്റഡ്, R2B വാക്സിനേറ്റഡ് ഉള്ള കോഴികളാണ്. അപ്പോൾ നമ്മളെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ എന്ത് സംശയം, കോഴി വളർത്തൽ, താറാവ് വളർത്തൽ ഇത്തരത്തിലുണ്ടെങ്കിൽ നമ്മളെ ഫാമിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഇതിലുണ്ട്. ഈ കോൺടാക്റ്റ് നമ്പറിലേക്ക് നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നൈറ്റിലാണ് അതിൻ്റെ പ്രതികരണം ഉണ്ടാവുക. അതേപോലെ നമുക്ക് നഴ്സറി കൂടിയാണ്. ചെടികൾ, പക്ഷി വളർത്തൽ, ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ചെടികളുടെ വളം ചെയ്യണ്, പൂക്കൾ ഉണ്ടാവണം, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസുകൾ കൂടിയിട്ട് വീഡിയോകൾ തുടർന്ന് വരും. അപ്പോൾ ഇപ്പോൾ കോഴി വളർത്തലിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതേപോലെ താറാവിനെയും. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വീണ്ടും വരും. അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.